ഈ റീൽസ് കണ്ട് കണ്ട് പലവരുടെയും അറ്റൻഷൻ സ്പാൻ അടിച്ചു പോയതിൻ്റെ പ്രത്യാഘാതങ്ങൾ സിനിമ ഇൻഡസ്ട്രിയിലും കാണാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു ഇത്. ബിക്കോസ് ഒരു 5-6 വർഷം മുമ്പ് വരെയുള്ള പടങ്ങൾ പോലും എടുത്തു നോക്കിയാൽ പോലും ഇറ്റ് യൂസ് ടു ബി എ ലിറ്റിൽ സ്ലോ. അതായത് യഥാർത്ഥ ജീവിതത്തിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഒരു ഒഴുക്കൻ മട്ടിലൊക്കെ ആയിരുന്നു പല മൂവീസും, എസ്പെഷ്യലി ഇൻ ദ ഡ്രാമ ജോൺറ. ബട്ട് ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാ സിനിമയിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ടക്കനെന്നാണ് നടക്കുന്നത്. ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം, ബട്ട് വെൻ യു ആർ ലുക്കിംഗ് അറ്റ് കോംപ്ലെക്സ് നാരറ്റീവ്സ്, ഒരു 10 മിനിറ്റിൽ കാണിക്കേണ്ട ഒരു കഥ നമ്മൾ വെട്ടി ആൾക്കാർ ബോറടിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് എല്ലാം കൂടെ കാച്ചി കുറുക്കി ഒരു 2 മിനിറ്റിൽ കാണിക്കുകയാണെങ്കിൽ അത് മനുഷ്യനെ കണക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഒരു കാര്യം. കണക്ട് ചെയ്യാൻ പറ്റാത്ത വഴി ആ എൻറ്റയർ സിനിമയുടെ എസെൻസ് തന്നെ പോവും എന്നുള്ള രണ്ടാമത്തെ കാര്യം. ബിക്കോസ് അത്രയും സോ കോൾഡ് അറ്റൻഷൻ ഗ്രാബിങ് അല്ലാത്ത വീഡിയോസ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക് പോലുള്ള പ്ലാറ്റ്ഫോംസ്, എസ്പെഷ്യലി ഇൻസ്റ്റഗ്രാം, പ്രൊമോട്ട് ചെയ്യില്ല. ആൻഡ് ദിസ് ഇസ് ഡൂയിങ് സം സീരിയസ് psychological damage to so many people who are doom scrolling because അവർക്കൊരു 2 സെക്കൻഡ് വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഒരു 10 മിനിറ്റ് ഒന്നും ചെയ്യാതെ സമാധാനത്തിൽ എവിടെയെങ്കിലും നോക്കിയിരിക്കുക എന്ന് പറയുന്ന ഒരു കഴിവ് ഒരുപാട് പേർക്ക് അല്ലെങ്കിലുമേ ഇല്ല. അതിൻ്റെ ഇടയ്ക്കാണ് ഇൻസ്റ്റഗ്രാം ഇത്രയും ഓവർ സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള ഒരു അൽഗോരിതം കൊണ്ടുവരുമ്പോൾ നാച്ചുറലി സോ മെനി പീപ്പിൾ ആർ ബ്രെയിൻ ഫ്രൈഡ് ബൈ ദ ബ്രെയിൻ. അപ്പോൾ ഒരു 3 മണിക്കൂറുള്ള ഒരു ദുരന്തരോ ഒരു എമ്പുരാനോ എന്തെങ്കിലും ആടുജീവിതമോ ആൾക്കാർ കണ്ടിരിക്കണമെങ്കിൽ ഡയറക്ടേഴ്സ് ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ദേ ആർ എൻഗേജ്ഡ് എവറി 2 to 3 seconds. ദാറ്റ് ഈസ് an unrealistic expectation. ആൾക്കാർ ഇൻസ്റ്റഗ്രാം ലെവൽ സ്റ്റിമുലേഷനാണ് ഇപ്പോൾ സിനിമകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ശരിക്കുള്ള ജീവിതത്തിൽ ഒരിക്കലും 2 to 3 seconds സ്റ്റിമുലേഷൻ നടക്കുന്നില്ല. അപ്പോൾ സിനിമകളും അത്രയും തന്നെ ഓവർ സ്റ്റിമുലേറ്റിംഗ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ആൾക്കാരുടെ ഉള്ള ഇമോഷണൽ ഇൻ്റലിജൻസും കൂടെ താഴോട്ട് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് അണ്ടർ നോർമൽ കണ്ടീഷൻസ് ഒരു എക്സാമ്പിൾ, ടൈറ്റാനിക്, എന്തോരം ബ്ലാങ്ക് സ്പേസസ് ആണ് ആ സിനിമയിലുള്ളതെന്ന് നമുക്കെടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ദ മാൻ ഫ്രം എർത്ത് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. എല്ലാം പോട്ടെ, നമ്മുടെ മലയാളത്തിൽ നിന്ന് എന്താ തന്മാത്ര നോക്കാം, ആകാശദൂത് എടുത്ത് നോക്കാം. ബേസിക്കലി ഓൾ ഗുഡ് ക്ലാസിക്സ്. Something it has in common is that it's very slow. ലാഗ് അല്ല, ബട്ട് ഒരു ശരാശരി മനുഷ്യൻ എങ്ങനെ ഒരാളെ നോക്കുമോ അല്ലെങ്കിൽ എങ്ങനെ ഒരു സിറ്റുവേഷനെ നോക്കുമോ എങ്ങനെ റിയാക്ട് ചെയ്യുമോ അതൊക്കെ വളരെ ടൈം എടുത്ത് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. Nowadays it's like something happens, the actor reacts and it's a cut, അടുത്ത സീൻ. ഇങ്ങനെ പോകുന്ന ഒരു ട്രെൻഡ് is because largely again attention span. ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് പേർക്ക് ബോറടിക്കും. ബട്ട് ഇതെല്ലാം വന്ന് അടിയാൻ പോകുന്നത് എപ്പോഴാണെന്നറിയോ? അറ്റ് സം പോയിന്റ് ഓഫ് യുവർ ലൈഫ് യു വിൽ ഹാവ് ടു സിറ്റ് ഡൗൺ വിത്ത് യുവർ സെൽഫ് ഫോർ 5 minutes or more than that. There will come a time when you will have to sit together with yourselves. ആ ഒരു സമയം എനിക്ക് എൻ്റെ ദേഹത്തു നിന്ന് തന്നെ ഇറങ്ങി ഓടിയാൽ മതി എന്നുള്ളൊരു പ്രവണത ഉണ്ടാക്കും. അതാണ് ഈ ബ്രെയിൻ റോട്ടിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. എത്രയോ ക്ലാസിക് ഡയറക്ടേഴ്സ് ഒരുപാട് സോ കോൾഡ് അവാർഡ് പടങ്ങൾ ഉണ്ടാക്കി വിജയിപ്പിച്ച് നമ്മുടെയൊക്കെ ആ ഒരു മെൻ്റൽ കപ്പാസിറ്റിയെ മറിച്ചെടുത്ത ഒരുപാട് സിനിമകൾ ഉണ്ടാക്കിയ ഒരു ഇൻഡസ്ട്രിയാണ്. Nowadays when a movie tries to be life changing, I think the one thing that's lacking is that it tries to serve people's rotten attention spans. നിങ്ങളുടെ തലച്ചോറിന് വേണ്ട ഉപകാരങ്ങളും ഉപദ്രവങ്ങളും ഒരുമിച്ച് കിട്ടുന്ന ഒരു സംഭവമാണ് ഈ സ്ക്രോളിംഗ് എന്ന് പറയുന്നത്. റീൽസിൽ കൂടെ യു ക്യാൻ ഓൾസോ ഗെറ്റ് എഡ്യൂക്കേറ്റഡ്, യു ക്യാൻ ഓൾസോ കിൽ യുവർ അറ്റൻഷൻ സ്പാൻ. യൂട്യൂബിൽ പോയിട്ട് വെറും ഒരു 10 മിനിറ്റുള്ളൊരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒരു എഡ്യൂക്കേഷണൽ ടോപ്പിക്കിനെ പറ്റി ചൂസ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ ഇരുന്ന് കാണാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ബ്രെയിനിനെ റീഡൂ ചെയ്യുന്നത് പോലെയാണ്. നോക്കണേ, വന്ന് യൂട്യൂബ് കാണുന്ന പ്രൊഡക്റ്റീവാണ് എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയാണ്. ബിക്കോസ് ഇൻസ്റ്റഗ്രാം എല്ലാവരും വഷളാക്കി വെച്ചിട്ടുണ്ട്. സോ ടേക്ക് ബാക്ക് യുവർ അറ്റൻഷൻ സ്പാൻ, ടേക്ക് ബാക്ക് യുവർ എബിലിറ്റി ടു സിറ്റ് സ്റ്റിൽ. അത് നിങ്ങളുടെ ഏറ്റവും വലിയ ഗുണങ്ങളിലൊന്നാണ്. ടു ബി ഏബിൾ ടു പ്രോസസ് ലൈഫ് സ്ലോലി,
to be able to process yourself slowly. So melody